കേരള സംസ്ഥാനം ഉടലെടുത്ത് രൂപം കൊണ്ട ആദ്യത്തെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തുള്ള എല്ലാ കുടിയിറക്കുകളും ഒഴിപ്പിക്കലുകളും അവസാനിപ്പിച്ച് ഒരു ഓർഡിനൻസ് പുറത്തിറക്കി. വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും മതിലകത്തു നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതിൽപ്പുറത്തേക്ക് ഇറങ്ങി നടന്ന ഒരാൾ, യാഥാസ്ഥിതികത്വത്തിൻ്റെ പാതയിൽ നിന്നും വഴിമാറി നടന്ന ഒരാൾ, പ്രായോഗികമായ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളിലൂടെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരാൾ, കേരള രാഷ്ട്രീയത്തിൽ ഉന്നതമായ സ്ഥാനം നേടിയ ഒരാൾ, എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ജനനം 1909 ഏലംകുളം മനയിൽ. 1930 മുതൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 1934 1938 മുതൽ 1940 വരെയും കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ചു. 1937 കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ അംഗമായി. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1941 CPI കേന്ദ്ര കമ്മിറ്റി അംഗം. 1950 CPI പോളിറ്റ് ബ്യൂറോ അംഗം. 1953, 54, 55, 56 വർഷങ്ങളിൽ CPI ആക്ടിംഗ് സെക്രട്ടറി. 1962-63 CPI ജനറൽ സെക്രട്ടറി. 1964 പാർട്ടി പിളർന്നു. ഇതുമുതൽ CPI-എമ്മിൽ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നീ നിലകളിൽ എന്നും ഉന്നതമായ മാതൃക പിന്തുടർന്നു. ഭാര്യ ആര്യ അന്തർജനം. മക്കൾ ഡോക്ടർ മാലതി ദാമോദരൻ, EM രാധ, EM ശ്രീധരൻ, S ശശി. 1998 EMS വിട പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ ഏലംകുളം മനയിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ ശബ്ദങ്ങളിലൊന്നായി വളർന്നതാണ് EMSന്റെ പൊതുജീവിതം. നമ്പൂതിരി സമുദായത്തിൽ നിന്നും പുരോഗമന രാഷ്ട്രീയത്തിന്റെ വഴിയിൽ എത്തുന്നതിനിടയിൽ കോൺഗ്രസിലും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. ലോക ചരിത്രത്തിൽ അവിസ്മരണീയമായ മുഹൂർത്തമാണ് 1957 സംഭവിച്ചത്. കേരളത്തിൽ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തി. ആ സർക്കാർ നടപ്പിലാക്കിയ നടപടികൾ കേരളീയ ജീവിതത്തെ എങ്ങനെ മാറ്റിത്തീർത്തു എന്നതും ചരിത്രത്തിലെ അവിസ്മരണീയമായ മുദ്ര. ഭൂപരിഷ്കരണ നിയമവും പൊതുവിദ്യാഭ്യാസ നിയമവും മറ്റും ലോക ശ്രദ്ധയാകർഷിച്ചു. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങളെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കാരണം ഭാവിയെ ദീർഘദർശനം ചെയ്യുന്ന നിയമ നടപടികളായിരുന്നു ഇവയൊക്കെ. മലയാളിയുടെ രാഷ്ട്രീയ വിശ്വാസത്തിൽ
കമ്മ്യൂണിസ്റ്റ് ദർശനം നൽകിയ പുതിയ പാഠങ്ങളാണ് 1957 സർക്കാർ നിലപാടുകളിലൂടെ വ്യക്തമായത്. അധികാരത്തിലേറി ഒട്ടും വൈകാതെ ഭൂപരിഷ്കരണ നിയമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പിലാക്കി. ദീർഘദർശിത്വമുള്ള രാഷ്ട്രീയ പാഠങ്ങളുടെ ഏറ്റവും ശക്തമായ ചുവടായിരുന്നു അത്. കേരളം മാറാൻ തുടങ്ങിയ കാലം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ആദ്യ ഭരണം ജനങ്ങളുടെ ജീവിതത്തിന് ദിശാബോധവും പ്രത്യാശയും നൽകി. സ്വീകരിച്ച നടപടികളിൽ ചിലരിൽ അസ്വാസ്ഥ്യങ്ങൾ സൃഷ്ടിച്ചു. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നയവുമൊക്കെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെയും ഉറക്കം കെടുത്തി. അവർ നടത്തിയ വിമോചന സമരവും കേന്ദ്രം ഭരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടും കേരളത്തിൻ്റെ മുന്നേറ്റ പ്രയത്നങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഭരണവും നിലപാടുകളും ലോകമാകെ ശ്രദ്ധിച്ചിരുന്ന കാലമായിരുന്നു അത്. ആ സർക്കാരിനെ നീതിരഹിതമായ മാർഗത്തിലൂടെ പുറത്താക്കിയത് നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തുന്നു. പിൽക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരള മോഡൽ അന്ന് 1957 നടപ്പിലാക്കിയ ഉന്മേഷകരമായ നിയമ നടപടികളുടെയും നിലപാടുകളുടെയും ഫലശ്രുതിയാണ്. MN ഗോവിന്ദൻ നായർ, NE ബാലറാം, C അച്യുതമേനോൻ, EMS, AKG, KR ഗൗരിയമ്മ, TV തോമസ് തുടങ്ങിയ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആത്മസമർപ്പണമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു അത്. 1957 സർക്കാരും തുടർന്നുണ്ടായ മനുഷ്യപക്ഷത്തു നിന്നുള്ള നടപടികളും കേരളത്തിൽ നടന്ന സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും കേരള മോഡൽ എന്ന കാഴ്ചപ്പാടിൻ്റെയും ഉറപ്പുള്ള അടിത്തറയാണ് അക്കാലങ്ങളിൽ നിർമ്മിച്ചത്. 6 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട EMS കേരളത്തിലും ഇന്ത്യയിലും ലോകത്താകെയും സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റങ്ങളെ സശ്രദ്ധം വിലയിരുത്തിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന് ശേഷം ഇത്ര അധികം വായിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. വായിക്കുകയും ചിന്തിക്കുകയും. അപ്പോൾ അതിന്നൊക്കെ ഞാൻ ചിന്തിച്ചെടുക്കുന്ന ഒരു കാര്യം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കണം. അദ്ദേഹം പഠിക്കേണ്ട ആളാണ്. സമൂഹത്തിൽ ഇങ്ങനെ വലിയ ഡൈനാമിക്സ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളണമെങ്കിൽ, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പരിപ്രേക്ഷ്യം വളർത്തിയെടുക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിരന്തരം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഇത് EMSൻ്റെ ജീവിതത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളെ ക്രിയാത്മകമായി വിലയിരുത്തി. അത് മലയാളിയുടെ രാഷ്ട്രീയ വീക്ഷണത്തെ നിരന്തരം സ്വാധീനിക്കുകയും ചെയ്തു. 2 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും 1.5 ദശാബ്ദത്തോളം പ്രതിപക്ഷ നേതാവുമായിരുന്ന EMS അക്കാലങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച ഓരോ നടപടിയിലും മലയാളിയുടെ ജീവിതം പ്രകാശപൂർണമാകണമെന്ന സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. 1939 മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെത്തിയ EMS തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ മലയാളിയുടെ രാഷ്ട്രീയ ദിശാബോധത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഒളിവിലും തെളിവിലും ജയിലിലും തുറസിലും EMS നടത്തിയത് അടിസ്ഥാന വർഗ മനുഷ്യർക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. എഴുത്തുകാരൻ, കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ, പ്രഭാഷകൻ, ഭരണാധികാരി എന്നീ നിലകളിൽ EMS നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലത്തും പൊതുപ്രവർത്തകർക്ക് നല്ല മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ എണ്ണം പറഞ്ഞ പുസ്തകങ്ങൾ ഓരോന്നും ചരിത്രപരമായി പ്രാധാന്യമുള്ളവ. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ആശയലോകത്ത് എന്നും ആ വാക്കുകൾ ശക്തി പകരുന്നവയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം CPIMൻ്റെ വക്താവായ EMS അവസാന നാൾ വരെ തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ആശയവ്യക്തതയോടെ വിശദീകരിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധേയനായ എഴുത്തുകാരനായും ചിന്തകനായും ജീവിച്ച കാലത്തെ സ്വാധീനിക്കാൻ EMSന് സാധിച്ചു. ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ എഡിറ്റർ, മാർക്സിസ്റ്റ് സംവാദത്തിൻ്റെ ചീഫ് എഡിറ്റർ, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്നീ നിലകളിലും EMS പ്രവർത്തിച്ചു. ഇന്നും ചർച്ചയും പ്രാധാന്യവും അർഹിക്കുന്ന ജനകീയാസൂത്രണ പദ്ധതിയുടെയും അമരത്ത് EMS ഉണ്ടായിരുന്നു. കേരള പഠന കോൺഗ്രസിലൂടെ വികസനത്തിൻ്റെ പുതിയ ജാലകം തുറക്കാൻ ശ്രമിച്ചതിലും EMS വഹിച്ച പങ്ക് പ്രധാനമാണ്. 1930കളുടെ തുടക്കത്തിൽ ബിരുദ പഠന കാലത്ത് സ്വാതന്ത്ര്യ സമരകാലത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത രാഷ്ട്രീയ വ്യക്തിത്വമാണ് EMSൻ്റേത്. കോൺഗ്രസിലൂടെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം പിന്നീട് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ധാരകളിലേക്ക് മാറി സഞ്ചരിച്ചു. അക്കാലങ്ങളിലൊക്കെ EMS തൻ്റെ ജീവിതം എങ്ങനെ പൊതുപ്രവർത്തകർക്ക് മാതൃകയാക്കണമെന്ന് ജീവിതം കൊണ്ട് വിശദമാക്കിക്കൊണ്ടിരുന്നു.
ആഡംബരത്തിൻ്റെ കെട്ടുപാടുകളിൽ ഒരിക്കലും EMS എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം കണ്ടിട്ടില്ല.